സത്യം പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരുമായിരുന്നു, വേദന കൊണ്ട്. എനിക്ക് ഈ ഹോസ്പിറ്റലിൽ വന്ന് ഈ ഡോക്ടർ എനിക്കത് ചെയ്തതിന് ശേഷം എനിക്ക് വലിയ ആശ്വാസം കിട്ടും. എനിക്കിപ്പോൾ ഡോക്ടറെ ദൈവത്തെ പോലെയാണ്, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് അത്രയ്ക്ക് ആശ്വാസം. അസഹനീയമായ നടുവേദന കൊണ്ട് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്രയും പ്രശ്നങ്ങളുമായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരാളുടെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് പുഷ്പൻ. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കളിച്ചുളങ്ങരയെന്നു. ഇവിടെ എന്ത് പ്രശ്നത്തിനാണ് ചേട്ടൻ ഇവിടെ വന്നത്? എനിക്ക് നടുവേദനയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇംഗ്ലീഷ് മരുന്നാണ് കഴിച്ചത് ഹോസ്പിറ്റലിൽ നിന്ന്. അത് കഴിച്ചിട്ട് എനിക്ക് 2-3 വർഷം കഴിച്ച് കുറവില്ലായിരുന്നു. പിന്നെ ഞാൻ കോട്ടയത്ത് പോയിട്ട് ആയുർവേദം കഴിച്ച്, അതിലും എനിക്ക് ആശ്വാസം കിട്ടിയില്ല. പിന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഇങ്ങനെ ചാവറകോടെന്ന് പറഞ്ഞ് നമ്മുടെ ചേർത്തല KSRTC തെക്കോറെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി സാറിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. ഇവിടെ വന്ന് എനിക്കൊരു 14 ദിവസത്തെ ചികിത്സ ഉണ്ടായിരുന്നു, തിരുമ്മലും കിഴിവെപ്പൊക്കെ ആയിട്ട്. പക്ഷെ അതിലെനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, നടുവേദനയൊക്കെ എനിക്ക് മാറി. ഭയങ്കര എനിക്കെൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയ പോലെയാണ്. കാരണം അത്രയ്ക്ക് വേദനയായിരുന്നു. രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ ഞാൻ എണീറ്റ് നടക്കുമായിരുന്നു. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരുമായിരുന്നു, വേദന കൊണ്ട്. എനിക്ക് ഈ ഹോസ്പിറ്റലിൽ വന്ന് ഈ ഡോക്ടർ എനിക്കത് ചെയ്തതിന് ശേഷം എനിക്ക് വലിയ ആശ്വാസം കിട്ടും. എനിക്കിപ്പോൾ ഡോക്ടറെ ദൈവത്തെ പോലെയാണ്, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് അത്രയ്ക്ക് ആശ്വാസം. പഴയതുപോലെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി? എനിക്ക് പഴയ പോലെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എന്ത് ജോലിയാണ് ചേട്ടൻ ചെയ്യുന്നത്? ഞാൻ ഹോട്ടൽ ജോലിയാണ് ചെയ്യുന്നത്. പഴയ കണക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്? എല്ലാ ജോലിയും വെയിറ്റൊക്കെ എടുക്കുന്നുണ്ട്? എടുക്കുന്നുണ്ട്. മാക്സിമം വെയിറ്റൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, എന്നാലും ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല. 2-3 ദിവസം ജോലി ചെയ്താൽ തിരിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, ജോലി ചെയ്യാം. സാധാരണ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും L4, L5, S1 ലെവലിലാണ് ഡിസ്ക് കംപ്രഷൻ ഉണ്ടാവുന്നത്. എന്നാൽ ഈ കേസിൽ L1, L2, L3, L4 ലെവലിലാണ് ഉണ്ടായത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം വീഴുകയും അതുപോലെ വെയിറ്റ് ഒക്കെ തൂക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടായത്. ഇവിടെ നമ്മൾ ഡിസ്ക് കംപ്രഷൻ മാറാനായിട്ട് ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയോടൊപ്പം സിദ്ധവർമ്മ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ആ ഡിസ്ക് കംപ്രഷൻ മാറ്റിയെടുത്തത്. ഈ ഒരു വീഡിയോ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.